പ്രിയമുള്ള +1 സയൻസ് വിദ്യാർത്ഥികളെ, നിങ്ങൾക്ക് ഫിസിക്സിൽ ഫസ്റ്റ് ചാപ്റ്ററായിട്ട് പഠിക്കാനുള്ളത് ഫിസിക്കൽ വേൾഡ് എന്ന ചാപ്റ്ററാണ്. അതിൽ സയൻസിനെ കുറിച്ച് പൊതുവായ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് അത് പഠിക്കാൻ ശ്രമിക്കാം. ഒന്നാമത് നമ്മൾ ആൻസർ ചെയ്യാൻ പോകുന്ന ഒരു ചോദ്യം ഇതാണ്: വാട്ട് ഈസ് സയൻസ് ആൻഡ് സയൻറ്റിഫിക് മെത്തേഡ്? സയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സയൻസ് ഈസ് എ സിസ്റ്റമാറ്റിക് അറ്റംപ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ് നാച്ചുറൽ ഫെനോമിന in as much detail and depth as possible and use the knowledge so gained to predict, modify and control phenomena. എന്താ സയൻസ് എന്ന് പറയുന്നത്? സയൻസ് ഈസ് എ സിസ്റ്റമാറ്റിക് അറ്റംപ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ് നാച്ചുറൽ ഫെനോമിന in as much detail and depth as possible and use the knowledge so gained to predict, modify and control phenomena. അങ്ങനെയാണെങ്കിൽ ആ രീതിയിൽ എന്താണ് ഈ സയൻറ്റിഫിക് മെത്തേഡ് എന്ന് പറയുന്നത്? അപ്പോൾ സയൻസ് ചെയ്യുന്ന യഥാർത്ഥത്തിൽ എന്താണ്? സയൻസ് എന്ന് പറയുന്നത് ചുറ്റുപാടുള്ള കാര്യങ്ങളെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നു, അതുപോലെ എക്സ്പെരിമെൻ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ അതിനെക്കുറിച്ചുള്ള പ്രഡിക്ഷൻസ് നടത്തുന്നു. സോ സയൻസ് ഈസ് എക്സ്പ്ലോറിങ്, എക്സ്പെരിമെൻറ്റിങ് ആൻഡ് പ്രഡിക്റ്റിംഗ് ഫ്രം വാട്ട് വി സീ അറൗണ്ട് അസ്. ചുറ്റുപാടുള്ള കാര്യങ്ങളിൽ നിന്നാണ് എല്ലാ കാര്യങ്ങളും പഠിക്കുന്നത്. സയൻസിൻ്റെ ഉൽപ്പത്തിയും അങ്ങനെ തന്നെയാണ്. സയൻസ് ഈസ് എ സിസ്റ്റമാറ്റിക് അറ്റംപ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ് നാച്ചുറൽ ഫെനോമിന ആൻഡ് യൂസ് ദ നോളജ് സോ ഗെയിൻഡ് to predict, modify and control phenomena. We want to answer the next question. എന്താണ് scientific method എന്ന് പറയുന്നത്? Scientific method is the systematic steps adopted by a scientist. ഒരു സയൻറ്റിസ്റ്റ് ഫോളോ ചെയ്യുന്ന സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ചിട്ടയായിട്ടുള്ള സ്റ്റെപ്പുകളാണ് സയൻറ്റിഫിക് മെത്തേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദേ ആർ 1. സിസ്റ്റമാറ്റിക് ഒബ്സർവേഷൻസ്. ഒന്നാമത്തെന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് ഒബ്സർവേഷൻസ് ആണ്. ദെൻ കൺട്രോൾഡ് എക്സ്പെരിമെൻറ്റ്സ്. സിസ്റ്റമാറ്റിക് ഒബ്സർവേഷൻസ്, കൺട്രോൾഡ് എക്സ്പെരിമെൻറ്റ്സ് ആൻഡ് നെക്സ്റ്റ് ഈസ് ആ എക്സ്പീരിയൻസ് കൺട്രോൾഡ് എക്സ്പീരിയൻസ് നടത്തിയിട്ട് എന്ത് ചെയ്യുന്നു? ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് റീസണിങ്. ക്വാളിറ്റേറ്റീവ് റീസണിങ് നടത്തണം, ക്വാണ്ടിറ്റേറ്റീവ് റീസണിങ് നടത്തണം. അങ്ങനെ റീസണിങ്ങിലൂടെ എന്ത് ചെയ്യണം? ഒരു മാത്തമെറ്റിക്കൽ മോഡൽ ഉണ്ടാക്കണം. സോ മാത്തമെറ്റിക്കൽ മോഡലിംഗ് ആണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതിനുശേഷം പ്രെഡിക്ഷൻ ആൻഡ് വെരിഫിക്കേഷൻ ഓഫ് ദ തിയറീസ് ആണ്, അല്ലെങ്കിൽ ഫാൾസിഫിക്കേഷൻ ഓഫ് ദ തിയറീസ്. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്സ് നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. എന്താണ് സയൻറ്റിഫിക് മെത്തേഡ് എന്ന് പറഞ്ഞാൽ? സിസ്റ്റമാറ്റിക് ഒബ്സർവേഷൻ, ദെൻ കൺട്രോൾഡ് എക്സ്പെരിമെൻറ്റ്സ്, ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് റീസണിങ് എന്ന് പറഞ്ഞാൽ ഗുണാത്മകമായിട്ടുള്ളതും അതുപോലെ തന്നെ പരിമാണാത്മകമായിട്ടുള്ള ഒരു കാര്യകാരണ വിവേചന ചിന്ത. അതാണ് ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് റീസണിങ് എന്ന് പറയുന്നത്. ദെൻ മാത്തമെറ്റിക്കൽ മോഡലിംഗ്. അപ്പോൾ അങ്ങനെ നമുക്ക് കിട്ടിയ ആ ഡാറ്റയുടെ ബേസിൽ ഒരു മാത്തമെറ്റിക്കൽ മോഡൽ ഉണ്ടാക്കുന്നു, മാത്തമെറ്റിക്കൽ മോഡലിംഗ് നടത്തുന്നു. അതിൻ്റെ ബേസിൽ നമ്മൾ പലതും വിശദീകരിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ആ മോഡലിങ്ങിനെ ബേസ് ചെയ്തിട്ട് പ്രഡിക്ഷൻ നടത്തുന്നു. ഇന്ന രീതിയിൽ എക്സ്പെരിമെൻ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഫലമായിട്ട് ഇന്ന റിസൾട്ട് കിട്ടും എന്നുള്ള രീതിയിൽ ആ മാത്തമെറ്റിക്കൽ മോഡലിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ പ്രഡിക്ഷൻ നടത്തുകയാണ്. ആ പ്രഡിക്ഷൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കും? റിസൾട്ട് കിട്ടുമ്പോൾ, റിസൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ ആ മോഡലിങ്ങിന് അനുസൃതമായിട്ടാണ് വരുന്നതെങ്കിൽ അതിനെ ബേസ് ചെയ്തുള്ള തിയറി നമ്മൾ ആക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ആ തിയറി വെരിഫൈ ചെയ്യപ്പെട്ടു എന്ന് പറയും, സാധൂകരിക്കപ്പെട്ടു, തിയറി എന്ന് പറയുന്നത് ശരിയാണെന്ന് സമർത്ഥിക്കപ്പെട്ടു, എക്സ്പെരിമെൻ്റലായിട്ടും നിരീക്ഷണപരമായിട്ടും. അതല്ല, അത് നമുക്ക് കിട്ടുന്ന റിസൾട്ട് അതിന് വിപരീതമായിട്ട് വരികയാണെങ്കിൽ, നമ്മുടെ മാത്തമാറ്റിക്കൽ മോഡലിങ്ങിന് അനുസൃതമല്ലാതെ വരികയാണെങ്കിൽ എന്ത് സംഭവിക്കും? ദ തിയറി ഹാസ് ടു ബി മോഡിഫൈ ചെയ്യണം. അതല്ലെങ്കിൽ മോഡിഫിക്കേഷൻ ശേഷവും സാധ്യമല്ലെങ്കിൽ അത് റിജക്റ്റ് ചെയ്യണം. അപ്പോൾ അതാണ് ഫാൾസിഫിക്കേഷൻ ഓഫ് ദ തിയറീസ് എന്ന് പറയുന്നത്. തിയറി തെറ്റാണെന്ന്
കണ്ടെത്തുക. അപ്പോൾ ഇതാണ് സയൻറ്റിഫിക് മെത്തേഡിൽ ഇൻവോൾവ് ചെയ്യുന്ന ഡിഫറൻറ്റ് ഇൻ്റർ കണക്റ്റഡ് സ്റ്റെപ്സ് എന്ന് പറയുന്നത്. എന്താണ് സയൻറ്റിഫിക് മെത്തേഡ്? ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് മെത്തേഡ് ഫോളോഡ് ബൈ എ സയൻറ്റിസ്റ്റ്. ഇറ്റ് ഈസ് ഡിവൈഡ് ഇൻ ടു മെയിൻലി 5 steps. They are 1. Systematic observation, then controlled experiments, then qualitative and quantitative reasoning, then mathematical modeling, thereafter prediction and verification or falsification of the theories. അതാണ് സയൻറ്റിഫിക് മെത്തേഡിൻ്റെ രീതി എന്ന് പറയുന്നത്. ഇനി എ തിയറി ടു ബി അക്സെപ്റ്റബിൾ ഇറ്റ് മസ്റ്റ് ബി വെരിഫൈഡ് ബൈ റിലവൻറ്റ് ഒബ്സർവേഷൻസ് ഓർ എക്സ്പെരിമെൻറ്റ്സ്. അപ്പോൾ അനുയോജ്യമായ നിരീക്ഷണങ്ങളിലൂടെയും പരീക്ഷണങ്ങളിലൂടെയൊക്കെ സ്ഥാപിക്കപ്പെട്ടാൽ മാത്രമേ ഒരു തിയറി സ്വീകാര്യമായി തീരുകയുള്ളൂ. അതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ദർ ഈസ് നോ ഫൈനൽ തിയറി ഇൻ സയൻസ് ആൻഡ് നോ അൺക്വസ്റ്റൻഡ് അതോറിറ്റി എമംഗ് സയൻറ്റിസ്റ്റ്. ഒരു പ്രധാനപ്പെട്ട സയൻസിൻ്റെ ഒരു നിയമമാണ്, അല്ലെങ്കിൽ ഒരു സത്യമാണ്. എന്താണ്? ദർ ഈസ് നോ ഫൈനൽ തിയറി ഇൻ സയൻസ് ആൻഡ് ദർ ഈസ് നോ അൺക്വസ്റ്റ്യൻഡ് അതോറിറ്റി എമംഗ് സയൻറ്റിസ്റ്റ് എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? സയൻസിൽ അന്തിമമായുള്ള ഒരു തിയറം ഇല്ല, ഒരു സിദ്ധാന്തമില്ല എന്ന് മാത്രമല്ല, ദർ ഈസ് നോ അൺക്വസ്റ്റ്യൻഡ് അതോറിറ്റി. സയൻറ്റിസ്റ്റുകളുടെ ഇടയ്ക്ക് ചോദ്യം ചെയ്യപ്പെടാനാവാത്ത അത്ര പ്രാവീണ്യമുള്ള ഒരു സയൻറ്റിസ്റ്റും ഇല്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നമ്മളിപ്പോൾ പഠിച്ച സയൻറ്റിഫിക് മെത്തേഡിൻ്റെ ബേസിൽ തന്നെ നമുക്ക് മനസ്സിലാകും. ഈ സ്റ്റെപ്സ് കണ്ടല്ലോ, പ്രഡിക്ഷൻ ആൻഡ് വെരിഫിക്കേഷൻ ഓർ ഫാൾസിഫിക്കേഷൻ ഓഫ് ദ തിയറീസ് എന്ന് പറഞ്ഞാൽ, ആസ് ഒബ്സർവേഷൻസ് ഇംപ്രൂവ് ഇൻ ഡീറ്റെയിൽ ആൻഡ് പ്രിസിഷൻ, കൃത്യതയിലും അതുപോലെ തന്നെ അതിൻ്റെ വൈപുല്യത്തിലും എന്ന് പറഞ്ഞാൽ കൂടുതൽ വിശദമായിട്ടുള്ള പഠനത്തിൽ, കൃത്യതയിൽ ഒക്കെ ഒബ്സർവേഷൻസ്, നിരീക്ഷണങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ, ആസ് ഒബ്സർവേഷൻസ് ഇംപ്രൂവ് ഇൻ ഡീറ്റെയിൽ ആൻഡ് പ്രിസിഷൻ ഓർ തിയറീസ് ഈൽഡ് ന്യൂ റിസൾട്ട്സ്. എക്സ്പെരിമെൻറ്റ്സ് ഗിവ് ന്യൂ റിസൾട്ട്സ്, തിയറീസ് അല്ല, ഓർ എക്സ്പെരിമെൻറ്റ്സ് ഗിവ് ന്യൂ റിസൾട്ട്സ്, ദേ ആർ ടു ബി അക്കൗണ്ടഡ് ബൈ ദ എക്സിസ്റ്റിംഗ് തിയറി. അതായത് നമ്മൾ നിരീക്ഷണങ്ങളിലൂടെ പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്തുന്നു, അതല്ലെങ്കിൽ പരീക്ഷണങ്ങളുടെ പുതിയ റിസൾട്ടുകൾ കിട്ടുന്നു. അപ്പോൾ ആ കണ്ടെത്തലും റിസൾട്ടും ഒക്കെ തിയറി ഉപയോഗിച്ച് വിശദീകരിക്കാനുള്ള ബാധ്യത തിയറിറ്റിക്കൽ സയൻറ്റിസ്റ്റുകൾക്ക് ഉണ്ട്. അപ്പോൾ അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ എന്ത് സംഭവിക്കും? ആ തിയറി മോഡിഫൈ ചെയ്യാൻ നോക്കും. മോഡിഫിക്കേഷനിലൂടെ തിയറി പറ്റാവുന്നതാണോ എന്ന് നോക്കും. അതല്ല, അതിനും പറ്റിയില്ലെങ്കിൽ ആ തിയറി റിജക്റ്റ് ചെയ്യപ്പെടും. അതാണ് ആ ഒരു ചോദ്യത്തിൻ്റെ ആൻസർ. അപ്പോൾ സയൻസ് എന്താണെന്നുള്ളതിൻ്റെ ഒരു ഏകദേശ രൂപം നമുക്ക് കിട്ടി. എന്താണ് ഫിസിക്സ് എന്ന് പറയുന്നത്? കം ടു വാട്ട് ഈസ് ഫിസിക്സ്. എന്താണ് ഫിസിക്സ് എന്ന് പറയുന്നത്? ഫിസിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിസിക്സ് is the study of basic laws of nature. Physics is the study of basic laws of nature and their manifestation in different phenomena. എന്ന് പറഞ്ഞാൽ പ്രകൃതിയുടെ ചില അടിസ്ഥാന നിയമങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് ഫിസിക്സ്. ആ അടിസ്ഥാന നിയമങ്ങളാകട്ടെ എന്താണ്? നാച്ചുറലായിട്ടുള്ള പ്രതിഭാസങ്ങളുടെയൊക്കെ അടിസ്ഥാനമായിട്ട് അവയുണ്ട് എന്നുള്ളത് നമുക്ക് ആ തിയറി ഉപയോഗിച്ച്, ഫിസിക്സ് ഉപയോഗിച്ച് പഠിക്കാനും പറ്റും. ഇനി നമുക്ക് സ്കോപ്പ് ഓഫ് ഫിസിക്സ് എന്താണെന്ന് നോക്കാം. സ്കോപ്പ് ഓഫ് ഫിസിക്സ് ഈസ് വെരി വാസ്റ്റ്. ഇൻ ഫിസിക്സ് വി ഡീൽ വിത്ത് physical quantities, the range of physical quantities like length, mass, time, etc. In the case of length, we deal with the 10 raised to minus 14 meter at one end. It is a very small length. This is the dimension of the nucleus. Nucleus in the dimension ആയ 10 raised to minus 14 meter മുതൽ
നോൺ ഒബ്സർവബിൾ യൂണിവേഴ്സിൻ്റെ ഡയമെൻഷനായ 10⁻26 മീറ്റർ വരെയുള്ള ആ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഏകദേശം 10⁻40 വരും അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും വ്യാപ്തിയുള്ള റേഞ്ച് ഓഫ് ലെങ്ത് നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ട് ഫിസിക്സിൽ. അതുപോലെ തന്നെ ഈ ലെങ്ത് സ്കെയിലിനെ നമ്മൾ സ്പീഡ് ഓഫ് ഫ്ലൈറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ, അതിൻ്റെ ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ടൈമിൻ്റെ സ്കെയിൽ കിട്ടും. ടൈം സ്കെയിൽ എന്ന് പറഞ്ഞാൽ 10⁻22 സെക്കൻഡ് മുതൽ 10⁻18 സെക്കൻഡ് വരെ ഉള്ള ടൈം സ്കെയിലും ഫിസിക്സിൽ ഡീൽ ചെയ്യുന്നുണ്ട്. എന്ന് മാത്രമല്ല മാസിൻ്റെ കേസിലാണെങ്കിലോ 10⁻30 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ ഇത് മാസ് ഓഫ് ഇലക്ട്രോൺ ആണ്. അത്രയും താഴ്ന്ന മാസ് മുതൽ 10⁻55 കിലോഗ്രാം വരെ എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ദ നോൺ ഒബ്സർവബിൾ യൂണിവേഴ്സിൻ്റെ അതുവരെയുള്ള മാസിനെ ഡീൽ ചെയ്യുന്നുണ്ട്. സോ ദ സ്കോപ്പ് ഓഫ് ഫിസിക്സ് ഈസ് വെരി വാസ്റ്റ്. Physics covers lengths of magnitude from 10⁻14 meter to 10⁻26 meter. That means a difference of range of 10⁻40, and the time scale changes from 10⁻22 second to 10⁻18 seconds. The mass which we deal in physics has a range from 10⁻30 kilogram to 10⁻55 kilogram. That means the scope of physics is very vast. Now we want to talk about the fundamental forces of nature. There are 4 fundamental forces in nature. That means all natural phenomena can be explained in terms of these fundamental forces. These forces either directly or indirectly influence all physical phenomena. The forces are, fundamental forces are, ഇതായിരിക്കും അടിസ്ഥാന ബലങ്ങൾ. They are 1. Gravitation force. Gravitation. First one is gravitational force. Then electromagnetic force. മൂന്നാമത് strong nuclear force. Strong nuclear force. And the fourth one is a weak nuclear force. So there are 4 fundamental forces in nature. They are gravitational force, then electromagnetic force, strong nuclear force, and weak nuclear force. ഇതിൽ gravitation force gives the force of attraction between two bodies by virtue of their masses. മാസ് എന്ന് പറയുന്ന പ്രത്യേകത കൊണ്ട് 2 ബോഡീസ് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ തരുന്നതാണ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ്. ദ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എക്സ്പ്ലെയിൻസ് വൈ എ ബോഡി ഫോൾസ് into the surface of earth, why the moon moves around the earth, why earth and other planets move around the sun, and also the nature and evolution of stars and galaxies, galactic clusters. അപ്പോൾ അതിൻ്റെയൊക്കെ മൊത്തത്തിലുള്ള പഠനം ഭൂമിയുടെ അതുപോലെ ആകാശഗോളങ്ങളുടെ ഗാലക്സീസിൻ്റെ നക്ഷത്ര സമൂഹങ്ങളുടെ അതുപോലെ ഗാലക്റ്റിക് ആയിട്ടുള്ള മാറ്ററിൻ്റെ ഒക്കെ ചേഞ്ചസ് അവിടെ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഗ്രാവിറ്റേഷൻ തിയറി യൂസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് എ ലോങ് റേഞ്ച് ഫോഴ്സ്, ഇൻഫിനിറ്റ് റേഞ്ചുള്ള ഫോഴ്സാണ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്ന് പറയുന്നത്. പക്ഷേ അത് 2 വസ്തുക്കൾ തമ്മിലുള്ള അട്രാക്ഷൻ മാത്രമാണ് അതിലുള്ളത്, റിപ്പൾഷൻ അവിടെ ഇല്ല. പക്ഷേ ഇലക്ട്രോ മാഗ്നറ്റ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഗിവ്സ് ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൾഷൻ ബിറ്റ്വീൻ 2 ചാർജസ്. ലൈക്ക് ചാർജസ് attract each other, like charges repel each other, unlike charges attract each other. And also a moving charge produces magnetic field around it, and a moving charge in a magnetic field experiences a force. So electromagnetic phenomena are explained by the electromagnetic force.
ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫോഴ്സും മാഗ്നറ്റിക് ഫോഴ്സും ഒരുമിച്ച് ചേർന്ന ഒറ്റൊരു ഫോഴ്സായിട്ട് പറയുന്ന യൂണിഫൈഡ് ആയിട്ടുള്ള ഒരു ഫോഴ്സാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്. അത് യൂസ് ചെയ്തിട്ട് എന്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്? അത് ഉപയോഗിച്ചിട്ട് എല്ലാ ഇലക്ട്രിക്കൽ ആൻഡ് മാഗ്നറ്റിക് ഫെനോമിന മാക്സ്വെല്ലിൻ്റെ ഇക്വേഷനെ ബേസ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. സോ രണ്ടാമത്തെ ഫോഴ്സ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സാണ്. മൂന്നാമത്തെ ഫോഴ്സ് എന്താണ്? സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. നമുക്കറിയാം ന്യൂക്ലിയസിൽ പ്രോട്ടോണുകൾ എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജിലാണ്, പരസ്പരം ട്രിപ്പിൾ ചെയ്യാം. എങ്കിലും ന്യൂക്ലിയസിൽ ആ പ്രോട്ടോണുകൾ ചേർന്നിരുന്നത് സ്ട്രോങ്ങർ ആയിട്ടുള്ള ഒരു അട്രാക്റ്റീവ് ഫോഴ്സാണ്. അത് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സാണ്. ഈ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത് ഷോർട്ട് റേഞ്ച് ഫോഴ്സാണ്. അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 10⁻⁻15 മീറ്ററാണ്. അത് ന്യൂട്രോണുകൾ തമ്മിൽ, അതുപോലെ ന്യൂട്രോണും പ്രോട്ടോണും തമ്മിൽ ഒക്കെ ഉണ്ട് ഏത് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. അത് ഷോർട്ട് റേഞ്ച് ഫോഴ്സാണ്. 10⁻15 മീറ്റർ വരെ ആണ് അത് ആക്ട് ചെയ്യുന്നത്. അതേസമയത്ത് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സും ഗ്രാവിറ്റേഷൻ ഫോഴ്സും എന്താണ്? ഇൻഫിനിറ്റ് റേഞ്ചുള്ള ഫോഴ്സുകളാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ കേസിലാണെങ്കിൽ അത് അട്രാക്ഷൻ റിപ്പൾഷൻ ഉണ്ട്. ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആണെങ്കിൽ അട്രാക്ഷൻ മാത്രമാണ്. സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സും അട്രാക്ഷനാണ്. 10⁻15 മീറ്ററാണ് അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഫോഴ്സ് between two protons, two neutrons, a proton and neutron, and it is the force which binds the nucleons together in the nucleus. It is a very strong force, strongest force in nature ആണ് strong nuclear force എന്ന് പറയുന്നത്. weak nuclear force എന്ന് പറയുന്നത് it appears only when a beta ray is emitted from a nucleus. ന്യൂക്ലിയസിൽ ഒരു ബീറ്റാ കിരണം പുറത്തേക്ക് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് മൂവിങ് ഇലക്ട്രോൺസോ പോസിട്രോൺസോ, ഒരു ഇലക്ട്രോൺസ് പുറത്തേക്ക് വരുമ്പോൾ അത് ആ ഇലക്ട്രോൺസ് ഫോം ചെയ്യുന്ന ന്യൂക്ലിയസിൽ നിന്ന് പുറത്തേക്ക് ഇലക്ട്രോൺ ഫോം ചെയ്യുമ്പോൾ ന്യൂട്രിനോ എന്ന് പറയുന്ന ഒരു പാർട്ടിക്കിൾ കൂടി അതിൻ്റെ കൂടെ വെരി സ്മോൾ മാസ്സുള്ള, ആൾമോസ്റ്റ് 0 മാസ്സുള്ള ഒരു ന്യൂട്രിനോ എന്ന് പറയുന്ന ഒരു പാർട്ടിക്കിൾ കൂടി പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ആ പ്രൊഡക്ഷൻ സമയത്താണ് കൂടുതലും ഏത് പ്രകടമാകുന്നത്? വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് പ്രകടമാകുന്നത്. ഇത് വീക്കസ്റ്റ് ഫോഴ്സ് in nature is the gravitational force. വീക്കസ്റ്റ് ഫോഴ്സ് എന്നത് ഗ്രാവിറ്റേഷൻ ഫോഴ്സാണ്. ഗ്രാവിറ്റേഷൻ ഫോഴ്സ് കഴിഞ്ഞാൽ അടുത്ത ഏതാണ്? വീക്ക് ന്യൂക്ലിയർ ഫോഴ്സാണ്. അത് കഴിഞ്ഞാൽ സ്ട്രെങ്ത് കൂടിയത് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സാണ്. അതും കഴിഞ്ഞാൽ സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ളത് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സാണ്. അതിൽ ആദ്യത്തെ മൂന്നെണ്ണം തമ്മിലുള്ള ബന്ധം പറയുകയാണെങ്കിൽ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്, രണ്ട് പ്രോട്ടോൺസ് ഒരു നിശ്ചിത അകലത്തിൽ വയ്ക്കുകയാണെങ്കിൽ ആ പ്രോട്ടോൺസ് തമ്മിലുള്ള ഫോഴ്സുകളുടെ അനുപാതം പറയുകയാണെങ്കിൽ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിൻ്റെ വാല്യൂ ഈസ് ടു ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ വാല്യൂ ഈസ് ടു ഗ്രാവിറ്റേഷൻ ഫോഴ്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 10⁻38 ഇത് വരുമ്പോൾ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 10⁻36 വരും. എങ്ങനെയാണെങ്കിൽ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് 1 ആയിട്ട് എടുക്കുകയാണെങ്കിൽ. സോ ദിസ് ഇസ് റേഷ്യോ ബിറ്റ്വീൻ ദ 3 ഫോഴ്സസ്: സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്, ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ആൻഡ് ദ ഗ്രാവിറ്റേഷൻ ഫോഴ്സ്. അത് തമ്മിലുള്ള റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഏകദേശം 10⁻38 10⁻36 എന്ന് പറഞ്ഞാൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിന് 100 പക്ഷേ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് അതിനേക്കാളും ഒരുപാട് വീക്കാണ്. ഗ്രാവിറ്റേഷൻ ഫോഴ്സിനും അതുപോലെ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സിനും ഇടയ്ക്കുള്ള ഫോഴ്സാണ് ഏത്? വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദീസ് ആർ ദ ഫണ്ടമെൻ്റൽ ഫോഴ്സസ് ഇൻ നേച്ചർ. ഏതൊക്കെയാണ്? ഗ്രാവിറ്റേഷൻ ഫോഴ്സ്, ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആൻഡ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. ഇതിൽ ഏറ്റവും റേഞ്ച് കൂടിയത് ഏതൊക്കെയാണ്? ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഇൻഫിനിറ്റ് റേഞ്ചാണ്, ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ഇൻഫിനിറ്റ് റേഞ്ചാണ്, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് റേഞ്ച് 10⁻15 മീറ്ററാണ്. വീക്ക് ന്യൂക്ലിയർ ഫോഴ്സിൻ്റെ റേഞ്ച് ആകട്ടെ അതിലും കുറവാണ്, 10⁻16 മീറ്ററാണ്. ഇതാണ് റേഞ്ചിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ.